ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 12-ാം അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അനേക ജനങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഓടിക്കൂടി. പരസ്പരം ചവിട്ടേൽക്കുവാൻ വിധം ജനങ്ങൾ അത്രയേറെ തിങ്ങിക്കൂടി. അവൻ അവരോട് പറഞ്ഞു, ഫരിസേയരുടെ പുളിപ്പിനെ സൂക്ഷിക്കും. ഫരിസേയരുടെ പുളിപ്പിനെ സൂക്ഷിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈശോ പറഞ്ഞു തുടങ്ങുന്നത്. രഹസ്യമായി വെച്ചിരിക്കുന്നതൊന്നും പരസ്യമാകാതിരിക്കുകയില്ല. മുറികളിൽ സംസാരിച്ചത് പുരമുകളിലേക്ക് പ്രഘോഷിക്കപ്പെടും. നിഗൂഢമായത് പരസ്യമാവുകയും ചെയ്യും. നിങ്ങളുടെ ശരീരത്തെ കൊല്ലാൻ കഴിയുന്നവനെ നീ ഭയപ്പെടേണ്ട. എന്നാൽ മരണശേഷം നിന്റെ ആത്മാവിനെ നരകത്തിലേക്ക് തള്ളിവിടാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുവില്ല. മനുഷ്യനെ അല്ല നീ ഭയപ്പെടേണ്ടത്. ഫരിസേയരെ അല്ല നീ ഭയപ്പെടേണ്ടത്. നിന്റെ ജീവിതത്തിന്റെ അവസാനം നരകത്തിലേക്ക് നിന്റെ ആത്മാവിനെ തള്ളിയിടുന്നവനെ നിങ്ങൾ ഭയപ്പെടും. കൊണ്ട് പറയുകയാണ്, 2 നാണയത്തിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒരു കുരുവി പോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. ഫരിസേയരുടെ മുമ്പിൽ നിനക്ക് വിലയില്ലെങ്കിൽ, ജനപ്രമാണികളുടെ മുമ്പിൽ നിനക്ക് വിലയില്ലെങ്കിൽ, മതപുരോഹിതരുടെ മുമ്പിൽ, അധികാരികളുടെ മുമ്പിൽ നിനക്ക് വിലയില്ലെങ്കിൽ, നിന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കയറ്റുവാൻ അധികാരമുള്ളവനും നരകത്തിലേക്ക് തള്ളിവിടുവാൻ അധികാരമുള്ളവനെ നീ ഭയപ്പെടും. നീ എത്ര നിസ്സാരനാണെങ്കിലും, കഴിവ് കുറഞ്ഞവനാണെങ്കിലും, ബലഹീനനാണെങ്കിലും അവിടുന്ന് പറഞ്ഞു, നീ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവനാണ്. ദൈവ തിരുസന്നിധിയിൽ നിനക്ക് വിലയുണ്ട്. നീ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന് സാക്ഷ്യം വഹിച്ച് ദൈവത്തിന് വേണ്ടി പ്രേക്ഷിതവേല ചെയ്യുമ്പോൾ ദൈവം നിന്നെ അംഗീകരിക്കും. എന്ന് തുടർന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ മനുഷ്യന്റെ മുമ്പിൽ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവദൂതന്മാർ മുമ്പിലും ഞാൻ നിങ്ങളെ ഏറ്റുപറയും. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നുവെങ്കിൽ ഞാൻ ദൈവദൂതന്മാർ മുമ്പിൽ നിങ്ങളെയും തള്ളിപ്പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെ സ്നേഹിച്ച് അവിടുത്തോട് ചേർന്ന് നിൽക്കണം. അവിടുത്തെ തള്ളിപ്പറയുകയല്ല, മനുഷ്യരുടെ മുമ്പിൽ ഈശോയെ ഏറ്റുപറയുക. അവൻ നൽകിയ അനുഗ്രഹങ്ങൾ ഏറ്റുപറയുക. അവൻ്റെ പ്രവൃത്തികൾ നീ പ്രഘോഷിക്കുക. നിന്റെ ജീവിതത്തിൽ അനുഭവിച്ച സന്തോഷം, ദൈവം നൽകിയ സന്തോഷം നീ പ്രഘോഷിക്കുക. നിന്റെ ജീവിതത്തിൻ്റെ ദുരിതത്തിൻ്റെ മേഖലകളിലും ദൈവം നിന്നെ താങ്ങിയ അവസ്ഥകളെ ഓർത്ത് നീ നന്ദി പറഞ്ഞ് ദൈവജനത്തിന് മുൻപിൽ, ജനങ്ങളുടെ മുമ്പിൽ നീ ഈശോയെ പ്രഘോഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് അവിടുന്ന് നമ്മോട് പറഞ്ഞു വെക്കുകയാണ്, മനുഷ്യപുത്രനെതിരായ പാവം ദൈവം ക്ഷമിക്കും. അതായത് ഈശോയ്ക്കെതിരായി നീ പാപം ചെയ്താൽ, ഈശോയ്ക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ അവിടുന്ന് ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി നീ പാപം ചെയ്താൽ, പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം പറഞ്ഞാൽ അവിടുന്ന് ക്ഷമിക്കപ്പെടുകയില്ല. ഈശോയ്ക്കെതിരെ നീ എന്തെങ്കിലും പറഞ്ഞാൽ അവിടുന്ന് നിന്നോട് ക്ഷമിക്കും. കാരണം അവിടുന്ന് കരുണയുള്ളവനാണ്. അങ്ങനെയാണ് ഈശോയ്ക്കെതിരായിട്ട് പറയുന്നത്. അത് ഈശോയെ അറിഞ്ഞവർ പറയാറില്ല.
ഈശോയെ അറിയാത്ത വിജാതിരായ ജനം, അവർ ഈശോയെ അറിയുന്നില്ല. ഈശോയുടെ കഴിവുകളെക്കുറിച്ച് അറിയുന്നില്ല. ദൈവപുത്രനാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. പല ധാരണകളിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അനേക പാപങ്ങൾ ഈശോ ക്ഷമിക്കും. എന്നാൽ ഈശോ ദൈവമാണെന്ന് അറിഞ്ഞിട്ടും അവൻ്റെ പ്രവൃത്തികളിലൂടെ വിശ്വാസം മതം തള്ളിയുന്നവര് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ് അവർ ചെയ്യുന്നത്. അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളുണ്ട്, വരങ്ങളുണ്ട്. ഈ വരങ്ങളൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതും ദൈവദൂഷണത്തിന് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ്. ദൈവകൃപകളെ അധിക്ഷേപിക്കുക, സത്യമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുവാൻ വേണ്ടി പലതും പറഞ്ഞു നടക്കുക. ഓർക്കണമേ, പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം ക്ഷമിക്കപ്പെടുകയില്ല. യഹൂദരുടെ പ്രമാണികളുടെ മുമ്പിലും സിനഗോഗിലും ഭരണാധികാരിയുടെ മുമ്പിലും നിന്നെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് പറയണമെന്ന് നീ വിഷമിക്കേണ്ട. വേണ്ട സമയത്ത് അവിടുന്ന് നിന്നോട് സംസാരിക്കും. നീ അത് അവരോട് പറഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. യേശു നിന്നോട് കൂടെയുണ്ട്. ദൈവമാണ് നമ്മൾ വഴി നടത്തുന്നത്. ഏതൊരു പ്രേക്ഷിതൻ്റെയും ഒരു ശുശ്രൂഷകനെയും നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. സഭയെ നയിക്കുന്നതും സഭയെ വിശുദ്ധീകരിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പ്രേക്ഷിതരെ, നിങ്ങൾ ഹൃദയമായി പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. ശുശ്രൂഷകളിൽ അതിൻ്റെ പൂർണ്ണതയിലും ഒക്കെ ദൈവം എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. തുടർന്നുള്ള ശുശ്രൂഷയുടെ പൂർണ്ണതകളിലേക്കും നിന്നെ നയിക്കുന്നതും എത്തിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അഭിഷേകത്തോടുകൂടി ദൈവാത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിനക്ക് സഹായകനായിട്ടുണ്ട്. പരിശുദ്ധാത്മാവെ, എന്നെ സഹായിക്കണമേ, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവമേ, വചനം ശ്രവിക്കുന്ന ഏവരുടെ മേലും നിൻ്റെ ആത്മാവിനെ വർഷിച്ച് അവരുടെ ജീവിതത്തിലെ ഭയം മാറി ധൈര്യത്തോടു കൂടി ജീവിക്കുവാനും അങ്ങേക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.